ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സ് ആണ്. അപ്പോൾ റോബ്ലോക്സ് ഞാൻ ടോപ്പ് 5 റോൾ പ്ലേ ഗെയിംസിൻ്റെ ലിസ്റ്റാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ടോപ്പ് 5 വരാൻ പോകുന്നത് നമ്മുടെ ബ്രൂക്ക് ഹേവൻ RP ആണ്. സോ ബ്രൂക്ക് ഹേവൻ RP നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ബ്രൂക്ക് ഹേവൻ RP ഒരു സ്മോൾ മാപ്പാണ്, റിയലിസം ഇല്ല. പിന്നെ റോൾ പ്ലേയിങ്ങിന് ബെസ്റ്റാണ്, പക്ഷേ എന്നാലും റിയലിസമും ഇതില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇവിടെ. പിന്നെ ഹൗസസ് എനിക്ക് ഇതിൻ്റെ തെറ്റ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ 5th പ്ലേസ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഹൗസസ് അതിൻ്റെ റിയലിസം അടിപൊളി തന്നെയാണ്. പക്ഷെ എല്ലാത്തിനും ഫുൾ പാസ്സാണ്. കാരണം നമ്മളെപ്പോലത്തെ ആൾക്കാർക്കൊന്നും, പാസ്സില്ലാത്ത ആൾക്കാർക്കൊന്നും വല്ല അടിപൊളി വെഹിക്കിൾസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ സ്മോൾ മാപ്പാണ്, വലിയ മാപ്പാണ്, പക്ഷെ കാണുമ്പോൾ സ്മോളാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ മാപ്പാണ്. പിന്നെ ഇതൊരു റിയലിസം ഇല്ല. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പോലീസ് എല്ലാ ബിൽഡിങ്സിലുള്ള സ്മോളാണ്, ഒരു ബിൽഡിങ്സും ഇല്ല. പിന്നെ ഈ ഹോസ്പിറ്റലടക്കം ഒരു ഫ്ലോറേ ഉള്ളൂ. ഹോസ്പിറ്റൽ എന്നും പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ആൻഡ് ബ്രൂക്ക് സ്റ്റൈനാണ്. നല്ല ഡീറ്റെയിൽ, സ്കൂള് വലിയ ഡീറ്റെയിൽ ഇല്ല, പക്ഷേ ബ്രൂക്ക് സ്റ്റൈൻ സ്കൂളിൽ ഇപ്പോൾ അപ്ഡേറ്റ് വന്നപ്പോൾ നല്ല തന്നെ. പിന്നെ ഇപ്പോഴത്തെ ഇതെല്ലാം വന്നുകൊണ്ട് കുറച്ചും കൂടി ഞാൻ 5th പ്ലേസ് കൊടുത്ത്, അല്ലെങ്കിൽ ഞാൻ വേറെ ഗെയിമുണ്ട് അതിനായിരുന്നു 5th പ്ലേസ് കൊടുക്കൽ. പിന്നെ ഈ പോസ്റ്റൽ ഓഫീസും ഇങ്ങനെ റോൾ പ്ലേസിന് ബെസ്റ്റാണ്. എന്നാലും ഒരു ഇതില്ല, എനിക്കിഷ്ടമല്ല. ഒരു ചെറിയ മാപ്പുമാണ്, റിയലിസമും ഇല്ല, എല്ലാം ഇതായതാണ്. അപ്പോൾ അതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ടോപ്പ് 4 വരുന്നുണ്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് എന്നിട്ട് ലൈഫ് ടോപ്പിയ. ലൈഫ് ടോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർട്ടൂൺ ടൈപ്പ് ഗെയിമാണ്. ഇങ്ങനെ ഇത് രസം ഉണ്ടാവില്ല, എന്നാലും ഒരു നല്ല എല്ലാം ഇതും ഇവർ നോക്കി ഇതാരി ഒരു കാർട്ടൂൺ ടൈപ്പ് ഗെയിമാണെങ്കിലും അവർ ഇതെല്ലാം അടിപൊളിയാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നോക്കിക്കോ, എയർപോർട്ടുണ്ട്. വേറെ ഞാൻ റോൾ പ്ലേ ഗെയിംസിൽ കളിച്ചിട്ട് എയർപോർട്ട് ഞാൻ കണ്ടിട്ട് നമുക്ക് വരച്ചില്ല. ഇങ്ങനത്തെ എയർപോർട്ട് വലിയ മാൾസ്, ഒരു സാധാ നോർമൽ സിറ്റി പോലെ തന്നെയുള്ള ഇതാണ്. അതാണ് നമുക്ക് ഇതിൻ്റെ ഇഷ്ടം. പിന്നെ നല്ല വലിയ മാപ്പുമാണ്, നല്ല ഹൗസസ്. ഇപ്പോൾ ഗുഡ്സ് ഇവിടെ നല്ല ഹൗസസാണ്. ഇപ്പോൾ നോക്കിയാൽ മതി, ഹൗസസ് നല്ല അടിപൊളി ഹൗസസാണ്. ഇതൊക്കെ ഹൗസ് പ്രൈവസി സെറ്റ് പബ്ലിക്. പിന്നെ നമുക്ക് മെയിൽ അയക്കുക, അത് നമ്മളെ ബ്രൂക്ക് ഹേവനിലുണ്ട്. എന്നാലും ഇതിൻ്റെ നല്ല രസമാണ്. പക്ഷേ എനിക്ക് ഇതിൽ ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞാൽ റിയലിസം കുറച്ച് കുറവാണ്. ഹൗസസിലെല്ലാം ഇതാണ്, പക്ഷേ എല്ലാവരും ഇതെല്ലാം കുറച്ച് കാർട്ടൂൺ ടൈപ്പ് ഗെയിമാണ്. അതുകൊണ്ടാണ് ഞാൻ 4th പ്ലേസിലിടാനുള്ള കാര്യം. പക്ഷേ ഇതിന് എയർപോർട്ടുണ്ട്, കുറേ ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ നല്ല ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഈ ഗെയിമിലുള്ളത്. എന്നാലും എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ 4th പ്ലേസിലെടുത്തിന്. ഇനി 3rd പ്ലേസിൽ വരാൻ പോകുന്നത് നമ്മുടെ ഗ്രീൻ വില്ലാണ്. ഗ്രീൻ വില്ല് ഞാൻ കാണിക്കുന്നില്ല, എന്താ വെച്ചാൽ കുറേ ടൈം എടുക്കുമായിരിക്കും. എന്നാലും ഗ്രീൻ വില്ല് എനിക്ക് ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഗ്രീൻ വില്ല് ഒരു സുഖമില്ലാത്ത ഗെയിമാണ്. കളിക്കാനൊരു സുഖമില്ലാത്ത. ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല. ആ റൗണ്ട് അബൌട്ടില്ലേ അവിടെ ഗ്രീൻ വില്ല് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ആ റൗണ്ട് അബൌട്ടിന് ശേഷം ഒന്നും മനസ്സിലാവില്ല. ഇടത്തേക്ക് ഇവിടെ പോകണം, ഇതവിടെ ഒന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ് നമുക്ക് ഗ്രീൻ വില്ല് ഇഷ്ടമില്ലാത്തത്. നമുക്ക് ഗ്രീൻ വില്ല് ഒരു ലിമിറ്റഡ് കാറുണ്ട്, BMW BKM പേര്. അപ്പോൾ നമ്മൾ ഗ്രീൻ വില്ല് എന്തായാലും കയറിയല്ലോ കാർ വാങ്ങിച്ചിട്ടുമ്പോൾ. കുറേ കാലമായി ബൈക്ക് കാർസ്. പിന്നെ എനിക്ക് ഗ്രീൻ വില്ല് ഇഷ്ടമെന്ന് പറഞ്ഞാൽ കുറേ നല്ല നല്ല ടൈപ്പ് കാർസ് ഉണ്ട്. എനിക്കിപ്പോൾ 208,000 ഉണ്ട്, നല്ല റേസ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ നമുക്ക് കാറിന് കസ്റ്റമൈസേഷന് അതെല്ലാം ഉണ്ട്. പക്ഷേ കസ്റ്റമൈസേഷന് ഞങ്ങൾക്കറിയില്ല, കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇപ്പോൾ. ഇതൊന്നും തൊക്കാത്ത. പിന്നെ ഫോണുണ്ട്, ഫോണിൽ അപ്ഡേറ്റ് വന്നത് അത് അടിപൊളിയാക്കിന സ്റ്റാപ്റ്റ് അൺലോക്ക്, ഇതെല്ലാം അടിപൊളിയാണ്. അവിടെ ഞാൻ 3rd പ്ലേസിലിട്ടെടുത്തിന്. പിന്നെ പെയിൻറ്റ് ഷോപ്പ് അതെല്ലാം വന്നില്ലേ. ഇപ്പം ഞാൻ ഇത് കളിച്ചിട്ട് കുറേ കാലം എന്ന് വെച്ചാൽ എനിക്ക് തീരെ ഇഷ്ടമില്ല. പിന്നെ നിങ്ങൾക്ക് റൗണ്ട് അബൌട്ട് കാണിച്ചു തരാം, നമ്മളെ BMW സ്പോൺസർ ചെയ്തിട്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഇഷ്ടം നല്ല റിയലിസം ഉണ്ട്. പക്ഷേ ഈ ട്രീസൊന്നും ഇങ്ങനെ റിയലിസം ഷോ ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല.
പിന്നെ നമുക്ക് ഈ ഇതിൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മറ്റ് NPCൻ്റെ റിയലിസം കാർഡ്സ് അല്ലെങ്കിൽ ശരിക്കുള്ള ആൾക്കാരെ കാർഡ്സ് അല്ലെങ്കിലും അത് നമുക്ക് കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് പോകില്ല. അത് ശരിക്കും ഒരു റിയലിസമാണ്. പിന്നെ നമ്മൾ വേറൊരു കാറിൻ്റെ അടുത്ത് മുട്ടാൻ പോയി കഴിഞ്ഞാൽ അത് നല്ല ഇതാക്കും. നമുക്ക് മനസ്സിലാവില്ല, അതാണ് പ്രശ്നം. ഇത് എവിടത്തേക്ക് പോകണം, എങ്ങനെ പോകണം, ഇത് കളിച്ച് ശീലമുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ എനിക്ക് ഇത് പിന്നെ കാർസ് 3D വിൽസാണ് ഇത് എൻ്റെ അടുത്ത് വെച്ചാൽ. പക്ഷേ കാർസ് റിയലിസം ഇല്ല, കാർസ് ഒരു ലുക്കില്ലാത്ത കാർസാണ്. പിന്നെ കുറേ ബിൽഡിങ്സ്, വലിയ സ്ഥലം ഒന്നുമില്ല. ഇത് വെറും കാടി ഒരു ഫില്ലായിട്ടില്ല. നമ്മളെ ഇയറൽസ് സൗത്ത് എക്സ്പ്ലോറർ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഫിൽഡായിരിക്കും. ഇത് ഒന്നുമില്ല, വേറൊരു കാലി. ഇത് ബെസ്റ്റ് ബൈ. ഇത് ശരിക്കും പറഞ്ഞാൽ റിയൽ പ്ലേസാണ്. ഓക്കെ, നമുക്ക് പോവാം. ഇതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇഷ്ടമല്ലാത്തത്. ക്യാമറയാണ്. ദിസ് ആപ്പ് ഇസ് നോട്ട് സപ്പോർട്ടഡ്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് പ്ലേസിലേക്ക് വരുന്നത് ദ കിങ് സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡയാണ്. നമുക്ക് സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡ ഈ ഫോണിൽ ആപ്പിളിൽ നമുക്ക് എന്തായാലും എടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസിലെല്ലാം സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡയെ കുറിച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആൻഡ് ദ ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ERLC, എമർജൻസി റെസ്പോൺസ് ലിബർട്ടി കൗണ്ടി. അപ്പോൾ എമർജൻസി റെസ്പോൺസ് ലിബർട്ടി കൗണ്ടി എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചെറിയ മാപ്പാണ്. പിന്നെ എന്തെങ്കിലും വെച്ച് അവർ ഫില്ലാക്കി, നമുക്ക് വല്ല വല്ല മാൾസും ഇതെല്ലാം ആക്കി നല്ല അടിപൊളിയാക്കി ഫില്ലായി ചെയ്ത് വെച്ചിന്. പിന്നെ കാർസ് പിന്നെ എനിക്ക് ഇത് ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് പിന്നെ നല്ലത്. സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡയും നല്ലതാണ്. സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡയിൽ റീവാമ്പ് വന്നാൽ ഞാൻ എന്തായാലും സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡ തന്നെ ഫസ്റ്റ് ആക്കാം. പിന്നെ ഇതിൽ കാർസിൻ്റെ കളക്ഷൻസ് കുറവാണ്, പൈസ ഉണ്ടാക്കേണ്ട രീതി ഭയങ്കര കുറവാണ്. പിന്നെ സ്മോൾ മാപ്സ്, കുറേ ബാഡ് കാര്യങ്ങളുണ്ട്, ഗുഡ് കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാതെന്ന് പറഞ്ഞാൽ ആരും ഈ സിവിലിയൻ ജോബ് എടുക്കും. പക്ഷേ നല്ല രസം, നല്ലൊക്കെ പ്രൈവറ്റ് സെർവേഴ്സ് ഉണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കാം. ഒരു ഇതും VC-ലൊന്നും കയറും വേണ്ട. അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് ഈ റേഡിയോ, ഈ പോലീസുകാരെ ഈ ഡീറ്റെയിൽസും കാർസിൻ്റെ ഡീറ്റെയിൽസും, പിന്നെ 3D വീൽസ് എല്ലാ വെഹിക്കിൾസിനും നോക്കിയാൽ മതി. ഓരോരുത്തരുടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ മൊത്തം ഫില്ല് ചെയ്ത് വെച്ചതാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സാണ് ആ ട്രീസ്. നല്ല ഒരു നല്ല റിയലിസം കണ്ടോ. ഇപ്പോൾ ഒരു ക്രാഷ് ആയിട്ട് ഇത് പുക വന്ന് ഫയർ തീ പിടിക്കൽ, അതെല്ലാം നല്ല നല്ല റിയലിസം. പിന്നെ സ്പീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പീഡ് ക്യാമറ അടിച്ച് കഴിഞ്ഞാൽ പോലീസുകാർക്കാണെങ്കിൽ നമ്മളെ സിറ്റുവേഷൻ ചെയ്യുക, സൈറ്റേഷൻ അങ്ങനത്തെ സംഭവം അത് ചെയ്യുക, ഫൈൻ തരാം. എന്താ എല്ലാവരും റോൾ പ്ലേ ചെയ്യില്ല, എന്നാലും നമ്മൾ പ്രൈവറ്റ് സെർവറിൽ പോയിക്കനെ കണ്ടോ എല്ലാം റോൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ കണ്ടൻറ്റ്സ്. ബൈ, സി യു, ടാറ്റാ.